പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രമേ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല വിത്തുകളുടെ ഇടയിൽ കളകൾ വെച്ച് വിതച്ച ശത്രുവിനെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ സ്നേഹവും കരുതലും എത്രയോ വലുതാണ്. ഈ ലോകത്തിൽ ദുഷ്ടരെയും ശിഷ്ടരുടെയും മേൽ മഴ പെയ്യുകയും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങ് ഇന്നത്തെ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു, കളകളം ഗോതമ്പിനോടൊപ്പം വളരട്ടെ. കൊയ്ത്തിൻ്റെ സമയം വരെ അതിന് അവസരമുണ്ടായത്. പാപം ചെയ്ത് അങ്ങിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ നീ നൽകിയിട്ടുണ്ട്. പാപത്തെ ഓർത്ത് മനസ്തപിക്കുവാനും അങ്ങയുടെ കരുതലും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുവാൻ നൽകുന്ന അവസരങ്ങളെ കർത്താവെ മനസ്സിലാക്കി ജീവിക്കുവാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഇടയിൽ കളകളുണ്ടെന്നും നല്ല വിത്തിനെ നശിപ്പിക്കാതിരിക്കുവാൻ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നും ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കും. ഫലം നൽകാത്ത നിരവധി അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കളകളോട് ചേർന്ന് ജീവിച്ച അവസരങ്ങൾ. ഇതാ കർത്താവെ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കരുതലും സ്നേഹവും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തെ ഇതാ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കർത്താവെ നീ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റരുതെന്ന്. ഞങ്ങളുടെ ശരീരം അങ്ങയുടെ ആലയമാണ്. ഇത് ദുഷ്ടത കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ലെന്ന് നീ ഓർമ്മിപ്പിക്കുന്നു. ദുഷ്ടതയും വഞ്ചനതയും നിറഞ്ഞ ഗുഹയായി ഞങ്ങൾ മാറാതിരിക്കുക. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ആലയങ്ങളായിട്ട് മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കർത്താവെ, ഇതാ പാപ ചെയ്തുകൊണ്ട് നശിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിൻ്റെ കരുണയും സ്നേഹവും ഒറ്റ മേൽ ചൊരിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപയെ അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരും വിശുദ്ധീകരിക്കണമേ. നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഫലദായകമായി ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ തിരുവിഷ്ടമനസ്സ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഇതാ കർത്താവേ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചെയ്യണമേ. ഞങ്ങളിലുള്ള പാവക്കറകളെല്ലാം എടുത്തു മാറ്റി വിശുദ്ധീകരിക്കണമേ. ഫലം പുറപ്പെടുവിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.